അടുത്തിടെ സർക്കാർ നടത്തിയ ഒരു സർവേ പറയുന്നത് 23% വീടുകളിൽ മാത്രമാണ് ഉറവിട മാലിന്യ സംസ്കരണം കാര്യക്ഷമമായിട്ടുള്ളത് എന്നാണ്. അതായത് 4/3 വീടുകളിലും ഇപ്പോഴും പ്രശ്നമാണ്. രാത്രിയുടെ മറവിൽ ആളുകൾ റോഡരികിലും പുഴയിലും മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ച ഇപ്പോഴും സർവ്വസാധാരണമാണ്. കോടികൾ മുടക്കി പണിത പ്ലാന്റുകൾ പോലും പ്രവർത്തിക്കാതെ കിടക്കുന്നു. അപ്പോൾ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ എല്ലാം മനോഭാവം മാറേണ്ടതിൻ്റെ പ്രാധാന്യം. നിയമങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങണം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സർക്കാർ പുതിയ ചില പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മാലിന്യമുക്തം, നവകേരളം, വൃത്തി തുടങ്ങിയ ക്യാമ്പയിനുകൾ ഇതിൻ്റെ ഭാഗമാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം, വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്യുന്ന വീടുകൾക്ക് വസ്തുനികുതിയിൽ 5% ഇളവ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു നല്ല പ്രോത്സാഹനമല്ലേ? ഇനി നമുക്ക് ചില വിജയ കഥകൾ നോക്കാം. ഇടുക്കിയിലെ ഇരട്ടയാർ എന്ന പഞ്ചായത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ മാലിന്യം വിറ്റ് നേടിയത് 32 ലക്ഷം രൂപയാണ്. മാലിന്യം ഒരു ബാധ്യതയല്ല, വരുമാന മാർഗമാണെന്ന് അവർ തെളിയിച്ചു. ഈ ഇരട്ടയാർ മോഡൽ നമുക്കൊരു മാതൃകയാണ്.